ഹായ്. അപ്പം ഇന്നേ ഞാൻ ഇത് വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം കപ്പ ബിരിയാണി. എനിക്ക് കുറച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഇറച്ചി കിട്ടിയായിരുന്നു, പോത്തിറച്ചി. അത് എല്ലോട് കൂടിയതും നെയ്യോട് കൂടിയതുമായിട്ടുള്ളത് ഇവിടെ വന്നതിന് ശേഷം, ഞാൻ കൊറേഷ്യയിൽ വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. ഞാൻ ആ കപ്പയും ഈ ഇറച്ചിയും കൂടി ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുവാണേ. അപ്പം അത് ഞാൻ പെട്ടെന്ന് കാണിക്കുവാണ്. അതിൻ്റെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എങ്ങനെ ഇത് ഞാൻ ചെയ്തെടുത്തേന്ന്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ പോലെ പാകത്തിന് നെയ്യുള്ളത് കിട്ടിയാലാണ് നമുക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഇത് വരത്തുള്ളൂ, കപ്പ ബിരിയാണിയുടെ അതായ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം, സാറ്റർഡേ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ പോയി മേടിച്ചതാണേ. കൺസ്യൂമിൽ നിന്ന് പോയി മേടിച്ചതാണ്. അപ്പം ഇതേ ഓൾറെഡി ആയി. അപ്പം അത് ഞാനിങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. നല്ലതേ നെയ്യൊക്കെ അതിൻ്റെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലെങ്ങനെയാണോ വയ്ക്കുന്നത് അതേപോലെ ആയിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം മൂപ്പിച്ചിട്ട് അതിലേക്ക് വീണ്ടും മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇച്ചിരി ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാലപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്ത്, മീറ്റ് മസാലപ്പൊടി. ഇതെല്ലാം നല്ലോണം മൂത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു, മല്ലിപ്പൊടി ആഡ് ചെയ്ത്, മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തുള്ളൂ കേട്ടോ, അതിനുള്ള ഇതുള്ളൂ. പിന്നെ കുറച്ചും കൂടി മുളക് പൊടി എല്ലാം ഇട്ട് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഈ ബീഫ് അതിലിട്ടിട്ട് ഒന്ന് ചാറായി കുറുകി അതിന് ശേഷമാണ് ഞാൻ ഈ കപ്പ അതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. ഫൈനലി എൻ്റെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. സൂപ്പറാണ്. നല്ല കണ്ട അതിൻ്റെ നെയ്യും ചാറും എല്ലാം കൂടി ഒരുമിച്ചായിരിക്കുമ്പോഴുള്ള, നോക്കട്ടെ എന്നിട്ട് പറയാവേ. സൂപ്പറായിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതൽ പണിയൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നും. സോ അറിയാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ സാധാരണ ഇറച്ചിക്കറി വയ്ക്കുന്ന പോലെ എല്ലാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് കൂട്ടി തിരുമ്മി വയ്ക്കുക. അതിന് ശേഷം സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചതിന് ശേഷം ബീഫ് വേവിച്ച് മാറ്റി വയ്ക്കാം. ബീഫിലധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. പാകത്തിന് നമുക്കൊരു ഗ്രേവി ആണെങ്കിൽ ആ പാകം പാടുള്ളൂ. പിന്നെ കപ്പ ഇതുപോലെ വേവിച്ച് മാറ്റി വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂപ്പിച്ചെടുക്കുക. സവോളയും ഇഞ്ചിയും പച്ചമുളകും മൂപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഗ്രേവി ആക്കി എടുത്ത് ഇറച്ചിയിലിട്ടിട്ട് ഈ കപ്പയിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ ആദ്യം ബീഫ് കൂട്ടി തിരുമ്മി വെച്ചപ്പോൾ മല്ലിപ്പൊടി ഉപയോഗിച്ചില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും അങ്ങനെയാണ് ചെയ്തു വെച്ചത്. അപ്പോൾ അതാ എൻ്റെ കപ്പ ബിരിയാണി ഞാൻ കഴിക്കാൻ പോവാണ്. ഇവിടെ സമയം ഉച്ചയായി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഇന്ന് സൺഡേ ആണ്. ഹാപ്പി സൺഡേ എല്ലാവരോടും. അപ്പോൾ അതുപോലെ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ കാണാം.